പശ്ചിമേഷ്യയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഇസ്രായേൽ ഇറാൻ ശത്രുത ഒരു വലിയ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് കനത്ത പ്രഹരം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ അതീവ രഹസ്യവും തന്ത്രപരവുമായ ആസൂത്രണമാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ നീക്കം ഇറാനെ ഞെട്ടിക്കുകയും മേഖലയിൽ വൻ യുദ്ധ സാധ്യതകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 200ഓളം ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് കടന്നുകയറി 300ഓളം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 100ഓളം സ്ഥലങ്ങളിൽ ബോംബിംഗ് നടന്നതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ആക്രമണങ്ങളുടെയെല്ലാം ആസൂത്രണവും നിർവഹണവും മൊസാദിന്റെ അതീവ രഹസ്യമായ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഇറാന്റെ ആണവായുധ പദ്ധതികളെക്കുറിച്ചും ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും ഇറാനികൾക്ക് അറിയാവുന്ന അത്രയും കൃത്യമായ വിവരങ്ങൾ മൊസാദിന്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നതാണ് ഈ നീക്കത്തിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം. മൊസാദിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഈ ഓപ്പറേഷന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന വശമാണ്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഒരു കെട്ടിടത്തിനുള്ളിൽ മൊസാദ് ഒരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചതായാണ് വിവരങ്ങൾ. ഇറാനിയൻ അധികാരികൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. ഈ രഹസ്യ താവളത്തിൽ നിന്ന് നിരന്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഇറാനിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നതായും ഈ ഓപ്പറേഷന്റെ വിജയത്തിനായി ഈ നീക്കങ്ങൾ നിർണായകമായതായും വെളിപ്പെടുത്തിയിരുന്നു. ആക്രമണം നടക്കുന്ന സമയത്ത് ടെഹ്റാനിൽ ഉണ്ടായിരുന്ന മൊസാദ് ഏജന്റുമാർ ഇസ്രായേലി സൈന്യത്തിന് തത്സമയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്രേ. അതോടൊപ്പം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മൊസാദ് ജാം ചെയ്യുകയും അവയെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തിരുന്നു. ഇത് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ ഇറാനിയൻ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശിക്കാനും ലക്ഷ്യങ്ങളിൽ പ്രഹരമേൽപ്പിക്കാനും സഹായിച്ചു. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക നേതൃത്വം പൂർണ്ണമായും അമ്പരന്ന നിലയിലായിരുന്നു. പല സൈനിക മേധാവികളും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കും ഈ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇറാന്റെ പക്കൽ ഏകദേശം 15 അണുബോംബുകൾക്ക് ആവശ്യമായ ആണവ വസ്തുക്കളുണ്ടെന്ന് മൊസാദിന് കൃത്യമായി അറിയാമായിരുന്നുവെന്നും ഇത് ഇറാൻ നിഷേധിച്ചുവെങ്കിലും ഈ വിവരങ്ങൾ കൃത്യമായിരുന്നുവെന്നും ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥരുടെ വീടുകൾ ലക്ഷ്യമിട്ട് കൃത്യമായ ആക്രമണങ്ങൾ നടന്നതായും വിവരങ്ങളുണ്ട്. റവല്യൂഷണറി ഗാർഡിന്റെ മേധാവി ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാക്കൾ, പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ എന്നിവരുടെയെല്ലാം വീടുകൾക്ക് നേരെ ആക്രമണം നടന്നതായും ഇതിൽ സാധാരണക്കാർക്ക് പരിക്കേൽക്കാതെ നിരവധി പേർ കൊല്ലപ്പെട്ടതായും പറയുന്നുണ്ട്. ഇറാന്റെ വ്യോമസേനയുടെ അവസ്ഥയും ഈ ആക്രമണത്തിൽ എടുത്തു പറയേണ്ടതാണ്. 1979 ഷാ ഭരണകൂടത്തിന്റെ കാലത്ത് വാങ്ങിയ പഴയ യുദ്ധവിമാനങ്ങളാണ് ഇറാന്റെ വ്യോമസേനയിൽ അധികവും. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഇറാന് ഈ വിമാനങ്ങൾക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകൾ ലഭ്യമായിരുന്നില്ല. ഇത് ഇറാന്റെ വ്യോമസേനയെ ദുർബലമാക്കുകയും ഇസ്രായേൽ ആക്രമണത്തിന് എളുപ്പത്തിൽ ഇരയാക്കുകയും ചെയ്തു. ഈ ഓപ്പറേഷന്റെ വിജയം മൊസാദിന്റെ ലോകോത്തര നിലവാരത്തിലുള്ള രഹസ്യാന്വേഷണ ശേഷിക്ക് അടിവരയിടുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏജന്റുമാരെ വിന്യസിക്കാനുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള മൊസാദിന്റെ കഴിവ് അസാധാരണമാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇത്രയും വലിയ തോതിലുള്ള ഒരു ആക്രമണം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് മൊസാദിന്റെ തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും കൃത്യമായ നിർവഹണത്തിന്റെയും ഫലമാണ്. ആഗോള പ്രത്യാഘാതങ്ങൾ, യുദ്ധഭീതിയും എണ്ണവില വർധനവും നമുക്കൊന്ന് നോക്കാം. ഈ ആക്രമണം പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിന് തിരികൊളുത്തുമെന്ന ആശങ്ക ശക്തമാണ്. ഇറാൻ ഇതിന് കനത്ത തിരിച്ചടി നൽകുമെന്നും മേഖലയിൽ സംഘർഷം വ്യാപിക്കുമെന്നും ഭയപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആഗോള എണ്ണവില കുതിച്ചുയർന്നിട്ടുമുണ്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണ ഗതാഗത മാർഗമായ ഹോർമുസ് കടലിടുക്കിലെ ഏതൊരു തടസ്സവും ആഗോള എണ്ണ വിതരണത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം സംയമനം പാലിക്കാനും നയതന്ത്രപരമായ ഇടപെടലുകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം ഈ സംഘർഷം പശ്ചിമേഷ്യയെയും ലോകത്തെയും വലിയ അസ്ഥിരതയിലേക്ക് തള്ളിവിടും. ഈ മേഖലയിലെ ഏതൊരു സൈനിക നീക്കവും വലിയ തോതിലുള്ള മാനുഷിക ദുരന്തങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും വഴിവെക്കുന്നതാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു പൂർണ്ണ യുദ്ധമായി മാറുകയാണെങ്കിൽ അത് ആഗോള ഊർജ വിതരണത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക വളർച്ച കുറയ്ക്കുകയും ചെയ്യും. അതിനാൽ ആഗോള സമൂഹം ഒരുമിച്ച് പ്രവർത്തിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും ഇടപെടലുകളിലൂടെയും മാത്രമേ ഈ സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തപക്ഷം ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ യുദ്ധങ്ങളിലൊന്നായി ഇത് മാറിയേക്കാം.